Hi guys, welcome to VLAN Study Platform. Fast News GS Paper 3 Economy related ആർട്ടിക്കിളാണ് മിക്സ്ഡ് സിഗ്നൽസ്. സോ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിസം ആണ്. സോ ഈ ഒരു പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ടേം നമ്മൾ ഫസ്റ്റ് കേൾക്കുന്നത് ഇപ്പം ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും പാൻഡമിക് ടൈമിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു വേൾഡിലുള്ള ഓരോ രാജ്യങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആണ്. എന്തിനു വേണ്ടി? ട്രേഡിന് വേണ്ടി അല്ലേ? സോ ഈ ഒരു ഇൻ്റർ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. സോ പാൻഡമിക് ടൈമിൽ ഇത്തരത്തിൽ രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിൽ എന്താണ് ഡിസ്ട്രപ്ഷൻ ഉണ്ടായതോടുകൂടി സപ്ലൈ ചെയിനിൽ ഷോക്സ് ഉണ്ടായി. ഇത് കാരണം എന്ത് ചെയ്തു? പല രാജ്യങ്ങളുടെ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്തു. സോ ഈ ഒരു ടൈമിലാണ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ആ ഒരു പിക്ചർ തന്നെ വരുന്നത്. അതായത് പല രാജ്യങ്ങളിലും അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സുകൾ കൊണ്ടുവന്നു. എസ്പെഷ്യലി നമുക്ക് USA തന്നെ പറയാം. USA ആണെങ്കിൽ തന്നെ വാക്സിൻ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരുന്നു ഇല്ലേ? സോ ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രൊട്ടക്ഷനിസം ഫോളോ ചെയ്യുന്നില്ല. ഈ ഒരു ടെൻഡൻസിയെ ഫോക്കസ് ചെയ്യാതെ ഇന്ത്യയുടെ സപ്ലൈ ചെയിനിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത്. സോ ഇപ്പോഴത്തെ ഒരു ടൈമിലുള്ള ഇന്ത്യയുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ചൈന. സോ ചൈനയിൽ നിന്ന് നമ്മളിപ്പം എസ്പെഷ്യലി ഈ ഒരു ഫാർമ ഇൻഡസ്ട്രീസിന് വേണ്ടി റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചൈനയുമായിട്ട് നമുക്ക് അത്ര നല്ല ടേംസിലല്ല പോകുന്നത്. സോ ഈ ഒരു കണ്ടീഷൻസിൽ ഇപ്പം നമ്മുടെ ഫാർമ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോഴേക്കും വേൾഡ് ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രീസ് ആണ് ഇല്ലേ? അതായത് ജനറിക് മെഡിസിൻ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് ഇന്ത്യ ആണ്. സോ നമ്മുടെ ഫാർമ ഇൻഡസ്ട്രീസ് അത്രത്തോളം കിടിലനാണെന്ന് ചൈനയ്ക്കറിയാം. സോ ചൈന ഇതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാണ്. സോ ചൈനയുടെ ഈ ഒരു സ്ട്രാറ്റജിയെ വിളിക്കുന്ന പേരാണ് വെപ്പണൈസേഷൻ ഓഫ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ടേംസ് മെയിൻസിന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ജിയോ പൊളിറ്റിക്സ് പറയുമ്പോഴേക്കും ചൈന ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അടുത്തതായി യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്? ഈ ഒരു സപ്ലൈ ചെയിനിലുള്ള ഷോക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സപ്ലൈ ചെയിനിലുള്ള ആ ഒരു റോ മെറ്റീരിയൽസ് ടൈമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. സോ ഈ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെപ്പണൈസേഷൻ ഓഫ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ ആണ് അല്ലേ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്പൺ മാർക്കറ്റ്സുകളാണ്. പക്ഷേ ഇന്ത്യ ഇത്തരത്തിൽ ജിയോ പൊളിറ്റിക്കൽ മോട്ടിവേഷൻസിനെ ഫോക്കസ് ചെയ്യാതെ, അതായത് ഈ ഒരു പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്യാതെ എന്താണ് സപ്ലൈ ചെയിനിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഒരു സോഫ്റ്റ് പവർ ആണ്. ഇന്ത്യയുടെ എല്ലാ അപ്രോച്ചും, ഓരോ രാജ്യങ്ങൾക്കിടയിലുള്ള അപ്രോച്ചുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇന്ത്യ ഒരു സോഫ്റ്റ് പവറായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളിലും ഒരു അസിസ്റ്റൻസ് കൊണ്ടുവരാനേ ഇന്ത്യ ശ്രമിക്കാറുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാൻഡമിക് ടൈമിൽ നമ്മൾ പല രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ വാക്സിൻ എക്സ്പോർട്ട് ചെയ്തത്. സോ ചൈനയുടെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കാരണം നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയാണ് അണ്ടർമൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വന്നതോടുകൂടി എസ്പെഷ്യലി നമ്മൾ ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് ഫാർമ ഇൻഡസ്ട്രീസിനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിനിൽ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ടൈംലി റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. ഇത് കൂടാതെ തന്നെ മറ്റൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചൈനയുമായിട്ട് നല്ല രീതിയിലൊരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. നമ്മളീ പറയുന്ന പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ടേമിൻ്റെ ഓപ്പോസിറ്റാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ ആ ഒരു ഗ്ലോബലൈസേഷൻ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മളൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? ആത്മനിർഭർ ഭാരത് സ്കീം. ഈ ഒരു സ്കീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാനും കുറച്ചും കൂടി ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആവാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ക്യാമ്പയിൻ ഒരിക്കലും എന്താണ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. സോ പല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫോറിൻ ട്രേഡ് എഗ്രിമെൻറ്റ്സിലേക്ക് ഉള്ള എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ മിക്സ്ഡ് സിഗ്നലിംഗ് എന്ന് പറയുമ്പോഴേക്കും മെയിനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ട്രേഡിന് വേണ്ടുന്ന ഡീൽസ് സൈൻ ചെയ്യുന്നു എന്നാണ്. അതായത് നമ്മളിപ്പം ഒരുപാട് കൗണ്ടർ പാർട്സുമായിട്ട് നെഗോഷിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ UAE, കാനഡ, യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡീൽസ് കൊണ്ടുവരുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൈന എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഇത്തരത്തിലുള്ള
സ്ട്രാറ്റജീസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വേണം. അതിനു വേണ്ടിയാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള ഡീൽസുകൾ ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ടും കൂടി ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഇപ്പോഴത്തെ ഈ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഒരു ഗെയിനിങ് പൊസിഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ് സെക്യൂറിംഗ് ദി യങ്. സോ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് COVID-19 വാക്സിനേഷനാണ്. സോ ഈ ഒരു വാക്സിനേഷൻ ഡ്രൈവിനെ പറ്റി പറയുമ്പോഴേക്കും ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബൂസ്റ്റർ ഡോസും ഒപ്പം തന്നെ കുട്ടികളുടെ ആ ഒരു വാക്സിനേഷൻ ഡ്രൈവുമാണ്. സോ ബൂസ്റ്റർ ഡോസ് എന്താണെന്ന് അറിയാം. നമ്മളിപ്പോൾ സെക്കൻഡ് ഡോസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫുള്ളി വാക്സിനേറ്റഡ് ആയാലും ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ഇവർക്ക് വേണ്ടി അഡീഷണൽ ആയിട്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു തേർഡ് ഡോസാണ് ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം സ്കൂൾസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂൾസിലേക്ക് വരികയാണ്. സോ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിലേക്ക് വാക്സിനേഷൻ ഡ്രൈവ് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അടുത്ത 6 മാസത്തിനുള്ളിൽ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പറയുന്നത്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. അറ്റ് ദ സെയിം ടൈം US ബേസ്ഡ് ആയിട്ടുള്ള നോവാവാക്സ് ഇങ്ക് എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നാനോ പാർട്ടിക്കിൾ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു വാക്സിൻ ഉണ്ട്. ഈ ഒരു വാക്സിൻ്റെ പേരാണ് കോവോവാക്സ് എന്ന് പറയുന്നത്. ഈ വാക്സിൻ മെയിനായിട്ട് അഡൾട്ട്സിന് വേണ്ടിയാണ്. സോ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒക്ടോബറോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. സോ ഈ ഒരു കോവോവാക്സിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവാവാക്സ് എന്നാണ്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡ് നെയിമും കൂടി ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ഇന്ത്യയുടെ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ആ ഒരു ഔട്ട്പുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏകദേശം ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷനിലെ 80% ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, 1 ഡോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു സക്സസ് റേറ്റിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് പുതിയൊരു മ്യൂട്ടേഷൻ വന്നിട്ടുള്ളത്, ഓംറിക്കോൺ. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് എക്സ്പേർട്സുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു Q1 പീരീഡ് എത്തുമ്പോഴേക്കും ഈ ഒരു പുതിയ മ്യൂട്ടേഷൻ്റെ ടൈഡൽ വേവ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോഴേക്കും പുതിയ വേരിയൻറ്റുകളാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി വാക്സിനേറ്റഡ് ആണെങ്കിൽ തന്നെയും പുതിയ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിൽ പുതുതായിട്ട് വീണ്ടും ഫുള്ളി വാക്സിനേറ്റഡ് ആയെങ്കിലും വീണ്ടും ഇൻഫെക്ഷൻസ് വരുന്നതിനെയാണ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, അതിനുള്ള അപ്രൂവലും കിട്ടണം. സോ കുട്ടികൾക്ക് വേണ്ടുന്ന ഈ ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് വേണ്ടുന്ന അപ്രൂവൽ കൊടുത്തിട്ടില്ല. അതായത് ട്രയൽസ് ഒന്നും ഇതുവരെ ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടില്ല. ഈവൻ ഈ ഒരു ടെക്നിക്കൽ കമ്മിറ്റീസ് ഉണ്ടല്ലോ, ഈ കമ്മിറ്റീസ് ഒന്നും തന്നെ ബൂസ്റ്റർ ഡോസിന് ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ബൂസ്റ്റർ ഡോസും അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസാണ് ഇരിക്കുന്നത്. അതുകൂടാതെ തന്നെ പുതിയ കുറേ വാക്സിൻസ് വന്നിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സൈക്കോ ഡി ഉണ്ട്, ഒപ്പം തന്നെ സ്പുട്നിക് 5 ഉണ്ട്. ഇത്തരത്തിലുള്ള വാക്സിൻസിനൊന്നും തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവൽ കൊടുത്തിട്ടില്ല. സോ ഈ ഒരു കണ്ടീഷൻസിൽ നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്, നമുക്ക് ഒരുപാട് പോപ്പുലേഷനെ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വാക്സിനെ അപ്രൂവൽ കൊടുക്കണം, കൂടുതൽ ട്രയൽസും ഒപ്പം തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആവശ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മ്യൂട്ടേഷൻസ് വരികയാണ്. ഒപ്പം തന്നെ കുട്ടികൾ സ്കൂൾസിലേക്ക് പോകുന്നുണ്ട്. സോ കുട്ടികളിൽ ഈ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് അവരെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു വാക്സിൻ അപ്രൂവൽ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് വേണ്ടുന്ന ആ ഒരു വാക്സിനെ പറ്റിയാണ്. അതിനുള്ള ട്രയൽസ് ഒക്കെ തന്നെ ഫാസ്റ്റർ ആക്കണം. ഒപ്പം തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ആ ഒരു ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ബൂസ്റ്റർ ഡോസ് കൊടുക്കണോ വേണ്ടയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരണം. ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് എ ത്രോൺ ഇൻ പാകിസ്ഥാൻ ബാംഗ്ലാദേശ് റിലേഷൻസ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് 1971 ബാംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ പറ്റിയാണ് പറയുന്നത്. സോ ഏകദേശം 5 ഡെക്കേഡ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഗോൾഡൻ ജൂബിലി
ടൈമിലേക്ക് വരികയാണ്. ഈ ഒരു ടൈമിലാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത്, ബംഗ്ലാദേശിലെ ആ ഒരു ഈവൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മാപ്പ് ചോദിച്ചത്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ പോകുന്നത്. സോ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ബംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നിലവിലുള്ള ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് പാകിസ്ഥാനാണ്. സോ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. സോ ഈ ഒരു വെസ്റ്റ് പാകിസ്ഥാനിലുള്ള മിലിറ്ററി ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരിച്ചിരുന്നത്. സോ 1950 കാലഘട്ടത്തിൽ ഈ ഒരു പാകിസ്ഥാനി സ്റ്റേറ്റിൽ നിന്നുള്ള ആ ഒരു മിലിറ്ററി ആയിരുന്നു ഈ ഒരു ബംഗ്ലാദേശ് റീജിയൻ ഡോമിനേറ്റ് ചെയ്തത്. സോ ഡെമോക്രാറ്റിക്കലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെയല്ല. വളരെ ഒപ്രസീവായിട്ടുള്ള ഒരു ഭരണമായിരുന്നു അവിടെ നടന്നിരുന്നത്. സോ ഈ ഒരു സിസ്റ്റം വന്നപ്പോഴേക്കും അവിടുത്തെ ആ ഒരു ബംഗാളീസിന് ഒരു പൊളിറ്റിക്കൽ സേയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി 1970 ഈ ഒരു വെസ്റ്റ് പാകിസ്ഥാൻ്റെ ഡോമിനൻസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവിടെ ജനറൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തു. ഈ ജനറൽ ഇലക്ഷനിൽ അവാമി ലീഗ് എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിജയിക്കുകയും അതിൻ്റെ ലീഡറായിട്ട് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ത് ചെയ്തു, ആ ഒരു മെജോറിറ്റിയോട് കൂടി അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു ഓട്ടോണോമി കൊടുക്കാനായിട്ട് വെസ്റ്റ് പാകിസ്ഥാൻ വില്ലിംഗ് അല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇല്ലേ. സോ ആ ഒരു ടൈമിൽ വെസ്റ്റ് പാകിസ്ഥാൻ്റെ ലീഡറായിരുന്നു യഹാ ഖാൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, ബ്രൂട്ടലായിട്ടുള്ള അസോൾട്ട് ആയിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സോ ഈ ഒരു റീജിയൻസിൽ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അതായത് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ ലാംഗ്വേജ് ആണെങ്കിലും കൾച്ചറിൻ്റെ പേരിലാണെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഫ്രീഡം ഡിമാൻഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനെ ശക്തമായിട്ട് അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ 1971 മാർച്ച് 26 വെസ്റ്റ് പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ടുള്ള ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് റീജിയനിലുള്ള പാകിസ്ഥാൻ മിലിറ്ററി ഈ ഒരു ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ജനങ്ങളെ അടിച്ചമർത്തുന്ന ആ ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ്. സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ബംഗ്ലാദേശിലുള്ള ലീഡേഴ്സ് ഇന്ത്യയിലേക്ക് റിക്വസ്റ്റുകൾ കൊണ്ടുവരും ഇല്ലേ. അന്നത്തെ ടൈമിൽ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. സോ ഇന്ദിരാഗാന്ധി ആവശ്യത്തിനുള്ള അസിസ്റ്റൻസ് എസ്പെഷ്യലി ഫുഡും ഷെൽട്ടേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ജനങ്ങളായിരുന്നു നോർത്ത് ഈസ്റ്റ് റീജിയൻസിലും വെസ്റ്റ് ബംഗാളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തത്. സോ ഇന്ത്യയിൽ ഓൾറെഡി തന്നെ റെഫ്യൂജി ക്രൈസിസ് ഉണ്ടായിരുന്നു. സോ ഇതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് ഇടപെട്ടത്. ഇങ്ങനെയാണ് ഇൻഡോ ബംഗ്ലാദേശ് കോപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൻ്റെ സൈഡിൽ നിന്ന് പാകിസ്ഥാന് എഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഡിസംബർ 16, 1971 എന്ത് ചെയ്തത്, പാകിസ്ഥാൻ മിലിറ്ററി ഇന്ത്യൻ ആർമിക്ക് മുമ്പിൽ ഡിഫീറ്റഡ് ആവുന്നത്. അങ്ങനെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സറണ്ടർ സൈൻ ചെയ്യുകയും അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാൻ ലിബറേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് എന്ത് ചെയ്തത്, ബംഗ്ലാദേശായിട്ട് റീനെയിം ചെയ്തത്. ഇതാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഈവൻറ്റ് നടന്നിട്ട് ഏകദേശം 50 വർഷം തികയാണ്. സോ ഈ ഒരു ഗോൾഡൻ ജൂബിലിയുടെ പാർട്ടായിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. കോവിഡ് സെക്കൻഡ് വേവ് ഡീറെയിൽ ഓട്ടോ സെക്ടർ റിക്കവറി ICRA. സോ ICRAയുടെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ICRA എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. സോ ബിസിനസ് പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് റേറ്റ് ഏജൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോർമേഷനും ക്രെഡിറ്റ് റേറ്റിംഗും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഈ ഒരു ഏജൻസി സെറ്റപ്പ് ചെയ്യുന്നത് 1991 ഇതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗുർഗോൺ ആണ്. സോ ഈ ഒരു ഫാക്റ്റ് എല്ലാം തന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് വരുമ്പോഴേക്കും ഓട്ടോ സെക്ടർ ഇൻഡസ്ട്രീസിനെ പറ്റിയാണ് പറയുന്നത്. സോ നമുക്ക് പാൻഡമിക് ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ഓട്ടോ സെക്ടേഴ്സിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺസ് എന്താണെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മളിപ്പം ഈ ഒരു ലോക്ക്ഡൗൺ ഇമ്പോസ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഏകദേശം മാർച്ച് 2020 ലോക്ക്ഡൗൺ കൊണ്ടുവന്നത്. സോ ഈ ഒരു ലോക്ക്ഡൗൺ വന്നതോടുകൂടി ഒരുപാട് ഇൻഡസ്ട്രീസ് ആയിരുന്നു ക്ലോസ് ചെയ്തത്. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഫാക്ടറീസ് ആണെങ്കിലും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു എക്കണോമിക് ക്രൈസിസിലേക്കാണ് പോയത്. എക്കണോമിക് ക്രൈസിസ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു ഇല്ലേ. കാരണം ആളുകൾക്ക് ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി. ജോലി നഷ്ടമാകുമ്പോഴേക്കും ഇൻകം സെക്യൂരിറ്റി ഇല്ല. സോ ഇൻകം സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് പോയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ എക്കണോമിയിൽ ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറഞ്ഞപ്പോഴേക്കും അത് പ്രൊഡക്ഷനെ നല്ല രീതിയിൽ ബാധിച്ചു. സോ
ആർട്ടിക്കിളിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് ഒരു ഡിം കണ്ടീഷനിലേക്ക് പോവുകയാണെന്നാണ്. സോ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വന്തം ഇൻഡസ്ട്രീസിനാണ് ഇത്തരത്തിലൊരു സിറ്റുവേഷൻസ് വരുന്നത്. സോ നമ്മളിപ്പം നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ചിങ് പീരീഡ് ആയിരുന്നു ഫൈനാൻഷ്യൽ ഇയർ 2021 എന്ന് പറയുന്നത്. കാരണം പാൻഡമിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഇൻഡസ്ട്രീസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു സെക്ടേഴ്സിനൊരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിലൊരു റിലാക്സേഷൻ കൊണ്ടുവന്നപ്പോഴേക്കും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞായിരുന്നു ഇല്ലേ. അങ്ങനെ വന്നപ്പോഴേക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സീക്വൻഷ്യൽ റിക്കവറി നമുക്ക് കണ്ടുവരുന്ന ഒരു സെക്ടറായിരുന്നു ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡിമാൻഡ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരുപാട് കീ കൺസേൺസ് വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിൻ്റെ ഷോർട്ട് ഫോൾ. അതായത് നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ എടുത്ത് കളഞ്ഞ് റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എന്താണ് എക്കണോമിയിൽ ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോൺട്രാക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടോ സെക്ടർ ഒരു ഡിം കണ്ടീഷനിലേക്കാണ് പോയിട്ടുള്ളത്. ഈവൻ ഫെസ്റ്റീവ് സീസൺസ് വന്നിട്ടുണ്ടെങ്കിലും, അതായത് ദീപാവലി വന്നിട്ടുണ്ടായിരുന്നു, ഇനി അപ്കമിങ് ആയിട്ട് ക്രിസ്മസ് വരുന്നുണ്ട്, എങ്കിൽ തന്നെയും ഈ ഒരു സെക്ടർ ഒരു വേഴ്സ് കണ്ടീഷനിലേക്കാണ് പോകുന്നത്. സോ ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോ മെറ്റീരിയൽസ് നമുക്ക് ടൈമായിട്ട് കിട്ടുന്നില്ല. ആർട്ടിക്കിൾ GSP3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ക്യാബിനറ്റ് അപ്രൂവ്സ് ₹76,000 crore പുഷ് ഫോർ സെമി കണ്ടക്ടർ മേക്കേഴ്സ്. സോ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. സോ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിനെ പറ്റി തന്നെ പറയണം. സോ ബേസിക് ആയിട്ടുള്ള സയൻസ് ആണ്. ഒപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ സെമി കണ്ടക്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ ഈ ഒരു ന്യൂസിൽ നിന്ന് നമ്മൾ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിന് ഇത്തരത്തിലൊരു സപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 3 ഡയമെൻഷൻസിലാണ് ഈ ഒരു ആർട്ടിക്കിളിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെമി കണ്ടക്ടേഴ്സ് എന്താണ്? നമുക്കറിയാം കണ്ടക്ടേഴ്സ് ഉണ്ട്, അതായത് കറണ്ടിനെ പാസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസിനെ നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഗോൾഡ്, സീ വാട്ടർ, ഇതൊക്കെ തന്നെ കണ്ടക്ടേഴ്സ് ആണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, അതായത് കറണ്ട് ഫ്ലോ അലോ ചെയ്യാത്ത മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇൻസുലേറ്ററാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബുക്ക് അല്ലെങ്കിൽ തടി, ഇതൊന്നും തന്നെ കറണ്ടിനെ പാസ് ചെയ്യത്തില്ല. സോ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് വരുന്ന മെറ്റീരിയലാണ്. സോ ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു കണ്ടക്ടറിൻ്റെ ഇൻസുലേറ്ററിനും ഇൻ ബിറ്റ്വീനായിട്ട് മോഡറേറ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. സോ ഈ ഒരു സെമി കണ്ടക്ടറിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്സ് നമുക്ക് ഇപ്പോഴത്തെ ഉള്ള എല്ലാ ടെക്നോളജിയിലും കാണാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു കറണ്ട് ടെക്നോളജിയിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈവൻ കമ്പ്യൂട്ടേഴ്സ്, ഫോൺസ്, മൊബൈൽ ഫോൺസ്, ഇതിലൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണെങ്കിൽ തന്നെയും അവിടുത്തെ ആ ഒരു ഡിവൈസിൻ്റെ ആ ഒരു എൻ്റെ ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സെമി കണ്ടക്ടർ ചിപ്സ് നമുക്ക് ആവശ്യമാണ്. ഈവൻ കാർസ്, പ്ലെയിൻസ്, മെഷീനറീസ്, ഈവൻ നമ്മുടെ ഹെൽത്തിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. ഈവൻ നമ്മൾ മിലിറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ തന്നെയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ വളരെ കോമ്പാക്റ്റ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, ഒപ്പം തന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. സോ യൂണിയൻ ക്യാബിനറ്റ് ഈ ഒരു ഇൻഡസ്ട്രീസ്, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 76,000 കോടി രൂപയാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇലക്ട്രോണിക് സെക്ടേഴ്സിന് ഏകദേശം 2.3 ലക്ഷം കോടി രൂപയുടെ ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനിങ്ങിന് ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുക എന്നത് തന്നെയാണ്. സോ ഈ ഒരു സ്കീമിൻ്റെ ആ ഒരു ഫിസിക്കൽ സപ്പോർട്ടായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു പ്രോജക്റ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% സപ്പോർട്ടായിട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റുകളോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഇൻസെൻറ്റീവായിട്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ 50% ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സപ്പോർട്ടായിട്ട് കൊടുക്കും. സോ ഈ ഒരു സ്കീം ഗവൺമെൻറ് സ്റ്റേറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ചെയിനിലുള്ള ആ ഒരു ഷോക്കിനെ ടാക്കിൾ ചെയ്യാനാണ്. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡമിക് ടൈം വന്നതോടുകൂടി സപ്ലൈ ചെയിനിൽ ഒരുപാട് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു ചിപ്സിൻ്റെ ഇമ്പോർട്ട് നല്ല രീതിയിൽ കുറഞ്ഞു.
സോ റോ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പല കമ്പനീസ് എസ്പെഷ്യലി ടാറ്റ ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും ഇത്തരത്തിലുള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ നല്ല രീതി റെഡ്യൂസ് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യപ്പെട്ടു. സോ നമുക്ക് ഡൊമസ്റ്റിക് ലെവലിൽ ഇത്തരത്തിലുള്ള ചിപ്പ് മേക്കിംഗ് ഡിസൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സപ്ലൈ ഷോക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യണം. എന്ത് തരത്തിലുള്ള ഡിമാൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ ഒരു പാൻഡമിക് ടൈം വന്നതോട് കൂടി ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യൂസേഴ്സ് തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം ഈവൻ കുട്ടികളുടെ കയ്യിൽ തന്നെ ഫോൺസ് വരികയാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് കൊണ്ട്. സോ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50 കോടി ജനങ്ങളാണ് ഇൻ്റർനെറ്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അടുത്തൊരു ഡെക്കേഡ് വരുമ്പോഴേക്കും 50 കോടി ജനങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ലെവലിൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ അനിവാര്യമാണ്. തേർഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻഡസ്ട്രീസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും അവിടെ ന്യൂമറസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ടാവും. ഇങ്ങനെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ബൂസ്റ്റാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പം ഡൊമസ്റ്റിക് ലെവലിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ സെറ്റപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ ടാക്സിനെ ഗവൺമെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ലെവലിലേക്ക് പോകാൻ പറ്റും. എക്സ്പോർട്ട് കൂടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇമ്പോർട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ബില്ലും കുറയും. അങ്ങനെ നമുക്ക് ഫോറെക്സ് റിസർവ് സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഒരു രാജ്യം ആ ഒരു സപ്ലൈ ചെയിനിൽ സഫീഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിപ്സിൻ്റെ സപ്ലൈയിലൊക്കെ സഫീഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് നിൽക്കാൻ പറ്റും. ഈവൻ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഡേറ്റ എന്ന് പറയുന്ന ഒരു കോമഡിറ്റി ആയിട്ട് മാറിയേക്കുവാണ് അല്ലേ? ഡിജിറ്റൽ റെവല്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടർ ചിപ്സ് എന്നൊക്കെ പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ നല്ലൊരു ഫ്യൂച്ചർ പൊസിഷനിൽ ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഡിസൈനിങ്ങും വളരെ അനിവാര്യമാണ്. സോ ഒരു സെൽഫ് സഫിഷ്യൻസി എന്ന നിലയിൽ നോക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഈവൻ നമുക്കറിയാം ചൈന സപ്ലൈ ചെയിനിൽ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു ഹാർഡ് ടൈമിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ചിപ്സ് മറ്റൊരു രാജ്യത്തിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസേൺസ് വരും. ഈവൻ ഇപ്പോൾ ചൈനയിൽ നിന്നൊരു ചിപ്പ് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു കൺസേൺ തന്നെയാണ്. സോ നമ്മൾ നമ്മുടെ രാജ്യത്ത് ലോക്കലി ചിപ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സസിൽ ഡിവൈസസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആ ഒരു നാഷണൽ സൈബർ സെക്യൂരിറ്റി പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സപ്പോർട്ട് സഹായിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPP2 സ്കീംസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. നോട്ട് ടു എക്സ്റ്റെൻഡ് ഇറിഗേഷൻ സ്കീം ഫോർ 5 years. സോ ഈ ഒരു ആർട്ടിക്കിളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അംബ്രല്ല സ്കീമിനെ പറ്റിയാണ് പറയുന്നത്. പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന. ഒരു സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അംബ്രല്ല സ്കീമാണ്. അംബ്രല്ല സ്കീം എന്ന് പറയുമ്പോഴേക്കും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇറിഗേഷൻ ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഓർത്ത് വെക്കേണ്ട പ്രിലിംസ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോർ സ്കീമാണ്. കോർ സ്കീം എന്ന് പറയുമ്പോഴേക്കും സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സോ ഈ ഒരു സ്കീമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴേക്കും രണ്ട് രീതിയിൽ നമ്മൾ കാണാറുണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമും ഉണ്ട്, സെൻട്രൽ സെക്ടർ സ്കീമും ഉണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫുൾ ഫണ്ടിങ് 100% ഫണ്ടിങ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എന്നാൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോഴേക്കും എന്താണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ കുറച്ച് ഭാഗം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യും, റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് സ്റ്റേറ്റ് ആയിരിക്കും ഫണ്ട് ചെയ്യുന്നത്. സോ ഇതിനൊരു ഫണ്ടിങ് പാറ്റേൺ കാണും. സോ ഈ ഒരു പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സോ സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 75% ആണ്. റിമൈനിങ് ആയിട്ടുള്ള 25% സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഫണ്ട് ചെയ്യുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള സ്റ്റേറ്റും ഹില്ലി റീജിയൻസിലുള്ള സ്റ്റേറ്റുകളുടെ നോക്കുകയാണെങ്കിൽ 90:10 എന്ന നിലയിലാണ് ഫണ്ടിങ് പാറ്റേൺ പോകുന്നത്. നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ഈ ഒരു
സ്കീമിന് ഫണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇറിഗേഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. സോ ഫീൽഡ് ലെവലിൽ ഇറിഗേഷന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ എക്സ്പാൻഡ് ചെയ്യാനുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം എന്താണ്, ഒരു ലാൻഡ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റീജിയൻസിലും ഇറിഗേഷൻസ് ഉറപ്പായിട്ടും കൊടുക്കാമെന്നുള്ള വാഗ്ദാനവും ഈ ഒരു സ്കീം വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. സോ കൂടുതൽ കൃഷിയിടങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഇത് കൂടാതെ തന്നെ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി എന്ന് പറയുമ്പോഴേക്കും ഇറിഗേഷൻ വരുമ്പോഴേക്കും നമ്മൾ എഫിഷ്യൻ്റായിട്ട് എന്ത് ചെയ്യണം, ഫാമിൽ ഇത്തരത്തിലുള്ള വാട്ടർ യൂസ് ചെയ്യണം. അതായത് വാട്ടർ വേസ്റ്റേജ് നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ ശ്രമിക്കണം. അതിന് വേണ്ടുന്ന ടെക്നോളജീസും ഇതിന് വേണ്ടുന്ന ഇംപ്രൂവിനുള്ള എക്യുപ്മെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കീമിൽ പ്രിസിഷൻ ഇറിഗേഷൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഈ പ്രിസിഷൻ ഇറിഗേഷൻ? സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിസിഷൻ അഗ്രികൾച്ചർ എന്താണെന്നാണ്. പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ കൃഷിയിടങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈൽഡ് വേണം ഇല്ലേ. ഒപ്പം തന്നെ എന്താണ്, ബെറ്റർ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് കൊണ്ടുവരണം. ഹൈ ടെക്നോളജീസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സയൻസ് ഉണ്ടല്ലോ, സയൻസ് ആയിരിക്കും ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ അഗ്രികൾച്ചറിലേക്ക് സയൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ക്രോപ്പ് ഈൽഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രിസിഷൻ അഗ്രികൾച്ചറിൻ്റെ ഒരു പാർട്ടാണ് പ്രിസിഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻസ് വേണം, അറ്റ് ദ സെയിം ടൈം നമുക്ക് ലേബർ ടൈം കുറയ്ക്കാൻ പറ്റണം, എഫക്റ്റീവായിട്ട് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇറിഗേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇന്നവേറ്റീവ് ആയിട്ടുള്ളൊരു അഗ്രികൾച്ചർ ടെക്നോളജി കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെത്തേഡ്സുകളാണ് പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രിസിഷൻ ഇറിഗേഷൻ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ കൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഹൈ ലെവലിലുള്ള ക്രോപ്പ് ഈൽഡ് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു ടെക്നോളജിയെ നമുക്ക് പ്രിസിഷൻ ഇറിഗേഷൻ എന്ന് പറയാം. സോ ഓരോ ഡ്രോപ്പിലും കൂടുതൽ ക്രോപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക. സോ മോർ ക്രോപ്പ് ഡ്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് പ്രിസിഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ തന്നെ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുതലും ഫാമേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റെയിൻ ഫെഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു മൺസൂൺ എന്ന് പറയുന്നത് സീസണൽ ആണല്ലോ, ഓൾറെഡി തന്നെ സീസണൽ ആയിട്ടുള്ളതാണ് മൺസൂൺ എന്ന് പറയുന്നത്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് വന്നതോടുകൂടി ഇതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ എന്താണ് ചേഞ്ചസ് ഉണ്ടായി. ഈവൻ നമ്മൾ ഈ ഒരു റീട്രീറ്റിംഗ് മൺസൂൺ ആണെങ്കിൽ തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്ത്യ വിട്ട് പോയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്, ഒപ്പം തന്നെ എന്താ പറയുക ഗ്ലേഷ്യൽ മെൽറ്റിംഗ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണവും കൃഷിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിസിഷൻ അഗ്രികൾച്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ അനിവാര്യമാണ്. സോ നമ്മുടെ ആ ഒരു എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ പേര് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അഗ്രികൾച്ചർ സെക്ടറാണ് നമ്മുടെ രാജ്യത്തിലുള്ള ഏറ്റവും കൂടുതൽ വാട്ടറിനെ കൺസ്യൂം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ചില റീജിയൻസിൽ സ്കേഴ്സിറ്റിയും ഉണ്ട്. സോ ഇതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഇത്തരത്തിലൊരു പ്രിസിഷൻ ഇറിഗേഷൻ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ടെക്നോളജിയെ എൻഹാൻസ് ചെയ്യാനുള്ള മെത്തേഡ്സും ഈ ഒരു സ്കീമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ടർ സേവിങ് ടെക്നോളജീസ്, സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ വാട്ടർ കൺസേർവ് ചെയ്യാം, ഇതിനുള്ള പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോജക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഈ ഒരു സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിലവിലുള്ള ഈ ഒരു പ്രോജക്റ്റ് ഏകദേശം 46% മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് ഒരു 50%, അതായത് പകുതി പോലും ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ ഏകദേശം 2026 വരെ, അതായത് ഒരു 5 വർഷത്തേക്ക് വീണ്ടും ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ഔട്ട്ലേ ആയിട്ട് ഏകദേശം 93,068 കോടി രൂപയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്കീം പ്രകാരം ഏകദേശം 22 ലക്ഷം ഫാമേഴ്സിനാണ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ന്യൂസ് വന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 1 ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ദുർഗാ പൂജ ഗെറ്റ്സ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ടാഗ്.
സോ കൊൽക്കത്തയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കൾച്ചറൽ കാർണിവൽസ് ആണ് ഈ ഒരു ദുർഗാ പൂജ എന്ന് പറയുന്നത്. സോ സ്ട്രീറ്റ് ലെവലിൽ തന്നെ ഒരുപാട് ആർട്ട് ഫെസ്റ്റിവൽസ് നടത്തുന്നുണ്ട്. സോ ഈ ഒരു ലാർജസ്റ്റ് കൾച്ചറൽ കാർണിവൽസിനാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ടാഗ് ലഭിച്ചത്. ഇത്തരത്തിലുള്ള ഹെറിറ്റേജ് ടാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 14 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എലമെൻറ്റ്സ് ആണുള്ളത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുംഭമേള, നൗറൂസ്, ട്രഡീഷൻ ഓഫ് വേദിക് ചാൻറ്റിംഗ്, രാംലീല, കൂടിയാട്ടം, സാൻസ്ക്രിറ്റ് തിയേറ്റർ, രമൻ, റിലീജിയസ് ഫെസ്റ്റിവൽ ആൻഡ് റിച്വൽ തിയേറ്റർ ഓഫ് ദി ഗഹർവാൾ ഹിമാലയാസ്, കാൽബലിയ ഫോക്ക് ഡാൻസ്, ഡാൻസേഴ്സ് ഓഫ് രാജസ്ഥാൻ, ചാവു ഡാൻസ്. ഇതിൻ്റെ കൂടെ തന്നെ കൊൽക്കത്തയിലെ ദുർഗാ പൂജയ്ക്കും ഇത്തരത്തിലുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ടാഗ് ലഭിച്ചിട്ടുണ്ട്. സോ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിലിംസ് ഫാക്റ്റായിട്ട് ഇത് ഓർത്ത് വെക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രിവ്യൂവിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ പ്രിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.